ഇഷ്ടപ്പെട്ടു പടം ഇഷ്ടപ്പെട്ടു സൂപ്പർ പടം, ഒന്നും പറയാനില്ല. ഒരു സിനിമ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തന്ന ഒരു ചിത്രം. ഒരുപാട് മനസ്സിന്റെ സംഘർഷങ്ങൾ കാണിച്ചു തരുന്ന ഒരു ചിത്രം. ഉർവശിയും അതേപോലെ ഉർവശി ചേച്ചിയും അതേപോലെ തന്നെ പാർവതിയും പ്രശാന്ത് മുരളി, അലൻസിയർ, അർജുൻ, അവരെല്ലാവരും അഭിനയിച്ച എല്ലാ അഭിനേതാക്കളും അവരെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു അതിശക്തമായിട്ടുള്ള ഒരു തിരക്കഥ. സൂപ്പർ പടം. സൂപ്പർ പടം. ഈ പടം കാണണമെന്ന് പറയാനുള്ള മെയിൻ റീസൺ ഉർവശി ഫസ്റ്റ് വാച്ച് ഫാമിലി മൂവി തന്നെ പറയാം. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ കുറച്ച് ലാഗൊക്കെ ഉണ്ടെങ്കിലും പടം അസാധ്യമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഉർവശിയും പാർവതിയും തമ്മിലുള്ള കോമ്പിനേഷൻ ചെയ്ത് ഓസം, ഒന്നും പറയില്ല. നല്ല പടം. ഈ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ഒക്കെ അല്ലേ അത് ബാക്കപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഫീൽ ഗുഡ് സാധനമാണ്. അത് ലാസ്റ്റ് വരെ ഉണ്ട്, എൻഡിങ് വരെ. ക്ലൈമാക്സ് ഒക്കെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലെ ട്വിസ്റ്റുകളൊക്കെ ആണെങ്കിലും എല്ലാവരും പിടിച്ചിരുത്തുന്നുണ്ട്. ആകെ ഒരു ലാഗാണ്, ഒരു കാതലിന്റെ ഒക്കെ ഒരു ലാഗില്ലേ, ആ ഒരു ലാഗ്. പക്ഷെ സൂപ്പർ പടം, മസ്റ്റ് വാച്ച് ആണ്. ഫാമിലീസ് എക്സ്പെഷ്യലി. മലയാളത്തിലെ റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ. ഒന്നും പറയല്ലോ, ഉർവശിയെ കാണാൻ വേണ്ടി തന്നെ ഈ പടം കാണുമെന്ന് ഞാൻ പറയുള്ളൂ. പാർവതി കൂടെ ചേരുമ്പോഴല്ലോ ചില സീനുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഷോക്കിംഗ് ആയിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രസൻസും അവരുടെ ആക്ടിങ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഓവറോൾ സൂപ്പർ ആണ്, ഒന്നും പറയാം. നല്ല മൂവിയാണ്. ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉർവശി ആൻഡ് പാർവതി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു വില്ലേജ് ബേസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. പടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കും? എടുത്തു പറയേണ്ട അതിന്റെ ഡയറക്ഷൻ തന്നെയാണ്. സൂപ്പറായിട്ട്, ഒരു ലാഗ് ഇല്ലാതെ, ഒരു നല്ലൊരു സ്റ്റോറി, ഒരു സോങ് ഇല്ല, ഒരു സ്റ്റണ്ട് ഇല്ല, അങ്ങനെ മൂവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പാർവതി ഉർവശിയും വരുന്ന കോംബോ അത് ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇമോഷൻ സീൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? നല്ല പെൺമക്കളെ അമ്മമാരെ ഉപേക്ഷിക്കില്ല. നല്ല പെൺമക്കള് നല്ല അമ്മമാരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? എന്റെ ഫീലിങ്സ്. എന്തോ ഒരു സ്ത്രീകളുടെ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു അമ്മ മകൾ അവസാനം വരെ ഏറിപ്പിച്ചിരുന്നു. ഞാൻ കോമഡിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അടിലുണ്ടായിരുന്നു കോമഡി അല്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ഇവരുടെ ഒരു കോമ്പോയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഉർവശി മാഡത്തിന്റെ അവസാനം വരെ കണ്ടു തന്നെ പിന്നെ ഉർവശി മാഡത്തിന്റെ ക്യാരക്ടർ സത്യം നല്ല പടം. ഒരുപാട് നാൾ ശേഷമാണ് ഇങ്ങനൊരു പടം കാണുന്നത്. വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. നിങ്ങൾ ഫുൾ സിനിമ മുഴുവൻ കണ്ട് ജഡ്ജ് ചെയ്യുക. ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം ജഡ്ജ് ചെയ്യണം. ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടു നമുക്ക് തോന്നും പാർവതി ചെയ്യുന്നത് തെറ്റാന്ന് തോന്നും. സെക്കൻഡ് ഹാഫ് കാണുമ്പോഴാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാം. എല്ലാം കൊണ്ടാണ് ഒരു കിരീടം പോലെ ഭരതം പോലെ ഫിലിം. അങ്ങനെ ഫിലിം അടുത്തത് ഉണ്ടായിട്ട് കുറേ നാളായി. സാധാരണ ഇപ്പം ഇറങ്ങുന്ന ഒരു പടവും രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. പക്ഷേ ഈ പടം എത്ര കണ്ടാലും മതിയാവും. നല്ല ജീവിതാനുഭവമുള്ള ഫിലിമാണ്. പിന്നെ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പാർവതി രൂപത്തായാലും ഉർവശി രണ്ടുപേരും തകർത്ത് അഭിനയിച്ചത്. നല്ലൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. പടത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഒരു ഫാമിലി ഇമോഷണൽ ഫിലിമാണ്. ഫാമിലി ബന്ധങ്ങളാണ്, ഇമോഷണലായിട്ട് പടമാണ്. അങ്ങനെ പടം ഉണ്ടായിട്ട് കുറേ നാളായി. നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം ജഡ്ജ് ചെയ്യരുത്, മുഴുവൻ കണ്ട് ജഡ്ജ് ചെയ്യാം. ആറാട്ടനെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്തായാലും എനിക്ക് പാർവതി തിരുവോത്തിന്റെ ആ കഥാപാത്രം പോകുന്ന ആ ഒരു മാനസികാവസ്ഥ. രണ്ടുപേരും അമ്മായിമ്മ വരുമ്പോൾ റിലേഷൻഷിപ്പ് നല്ലതാണ്. അവർ അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷം കാണിക്കുന്നു. പാർവതി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് ചെയ്ത എല്ലാ പടങ്ങളും അവർ മെത്തേഡ് ആക്ട് ചെയ്യുന്ന അടുത്ത ചെയ്യുന്ന എല്ലാം നല്ല ഫിലിംസ് അവർ ചെയ്യും. ഉർവശി മാഡം നല്ല, രണ്ടുപേരും ഗ്രേറ്റ് ആക്ടേഴ്സാണ്. ഉർവശി മാഡം ഒരു നാച്ചുറൽ ആക്ടർ ആണെങ്കിൽ പാർവതി തിരുവോത്ത് ഒരു മെത്തേഡ് ആക്ടറാണ്. പാർവതി രണ്ടുപേരും നന്നായി ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫിലിമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും.